സമവായ സാധ്യതകൾക്കിടയിലും ചർച്ചകൾക്കിടയിലും ഇസ്രായേലിലും ഒപ്പം ഇറാനിലും ആക്രമണം തുടരുന്നതാണോ പോയ മണിക്കൂറുകളിലും കണ്ടത്? കാര്യമായ ആക്രമണം, നാശനഷ്ടങ്ങൾ എവിടെയാണ് ഉണ്ടായത്? സൈഫുദ്ദീൻ, ഇത് ഏറ്റവും പ്രധാനം ടെഹ്റാന്റെ വിവിധ ഭാഗങ്ങളിൽ നടന്നിരിക്കുന്ന ആക്രമണങ്ങളാണ്. അതിന്റെ എത്ര ആഘാതം അത് ടെഹ്റാൻ നഗരത്തിൽ ഏൽപ്പിച്ചു എന്ന കാര്യം ഇപ്പോൾ പോലും വ്യക്തമല്ല. സിവിലിയൻ കേന്ദ്രങ്ങളിലേക്ക് കൂടി ആക്രമണം നീണ്ടു എന്നാണ് ഇപ്പോൾ ഏറ്റവും അവസാനം ലഭ്യമാകുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. അതോടൊപ്പം തന്നെ റസ്ത് ഏരിയയിലും വലിയ തോതിലുള്ള, കാരണം മുമ്പുള്ളതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് പുതിയ കേന്ദ്രങ്ങളിലേക്ക് കൂടി ഇസ്രായേൽ തങ്ങളുടെ ആക്രമണം വ്യാപിപ്പിക്കുകയാണ്. കാരണം അത് ഇന്നലെ തന്നെ ഇസ്രായേൽ സൈനിക വക്താവ് വെളിപ്പെടുത്തിയിരുന്നു. ഇറാനിലെ ഒരു പ്രദേശവും സുരക്ഷിതമായിരിക്കുകയില്ല. ആ അർത്ഥത്തിലുള്ള വ്യാപകമായിട്ടുള്ള ആക്രമണത്തിനാണ് തങ്ങൾ പദ്ധതി ആവിഷ്കരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഇന്നലെ രാവിലെ ഇറാൻ നടത്തിയ സൊറോക്കോ ആശുപത്രിക്കെതിരായിട്ടുള്ള ആക്രമണവും വലിയ തോതിൽ ഉയർത്തിക്കാട്ടി സിവിലിയൻ കേന്ദ്രങ്ങളിലേക്കും ആശുപത്രികളിലേക്കും കൂടി ഇറാൻ ആക്രമണം വ്യാപിപ്പിക്കുകയാണ്. ഇതിനുള്ള ശക്തമായിട്ടുള്ള തിരിച്ചടി സമാന സ്വഭാവത്തിൽ തന്നെ ഇറാനിലും നൽകുമെന്നൊരു മുന്നറിയിപ്പ് കൂടി ഇന്നലെ സൈനിക വക്താവ് നൽകിയിട്ടുണ്ട്. അല്പം മുമ്പ് ഇപ്പോൾ തെലവീവ്, അതോടൊപ്പം തന്നെ ജെറൂസലം, ഹൈഫ എന്നിവിടങ്ങളിൽ അപായ സൈറണുകൾ മുടങ്ങുന്നതായിട്ടുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ ഏറ്റവും അവസാനം പുറത്തുവരുന്നത്. ചെങ്കടലിൽ നിന്നുള്ള ഡ്രോണുകൾ നിർവീര്യമാക്കാനുള്ള ശ്രമത്തിലാണ് തങ്ങൾ ഏർപ്പെട്ടിരിക്കുന്നതെന്ന് അല്പം മുമ്പ് ഇസ്രായേൽ സൈനിക വക്താവ് പ്രതികരിക്കുകയും ചെയ്തു. അതായത് ഡ്രോൺ ആക്രമണം കൂടുതൽ വ്യാപകമായിട്ട്, നേരത്തെ ഇപ്പോൾ ഇറാഖ് ജോർദാൻ അതിർത്തി കടന്നു വന്നതിന് പകരം ചെങ്കടലിൽ നിന്ന് നേരിട്ട് മിക്കവാറും ഇറാനിയൻ കപ്പലുകൾ മുഖേന, യുദ്ധക്കപ്പലുകൾ മുഖേനയായിരിക്കും ഈ ഡ്രോണുകൾ ഇസ്രായേലിലേക്ക് വരുന്നതെന്ന സൂചന കൂടി പുറത്തുവരുന്നുണ്ട്. അപ്പോൾ പ്രത്യാക്രമണങ്ങൾ കൂടുതൽ വ്യാപ്തിയിലേക്ക് നീങ്ങുകയാണ്. ആകെ പ്രതീക്ഷ നൽകുന്നത് സമ്മർദ്ദ നീക്കങ്ങളുമായി യൂറോപ്യൻ രാജ്യങ്ങളും ഗൾഫ് രാജ്യങ്ങളും നടത്തുന്ന ശ്രമങ്ങളാണ്. അത് വിജയിക്കുന്നില്ല എങ്കിൽ, അതോടൊപ്പം തന്നെ ട്രംപ് ഇറാനുമേൽ ഒരു ആക്രമണം നടത്താനാണ് പദ്ധതിയുമായി മുന്നോട്ട് പോകുന്നതെങ്കിൽ അത് മേഖലയെ വലിയ തോതിൽ തന്നെ ഗുരുതരമായിട്ട് ബാധിക്കാൻ പോവുകയാണ്. അത് മലയാളികൾ ഉൾപ്പെടെ ഈ മേഖലയിൽ ചേക്കേറിയിരിക്കുന്ന ലക്ഷക്കണക്കിന് പ്രവാസികളെയും വളരെ പ്രതികൂലമായിട്ട് ബാധിക്കും. അത് ഒഴിവാക്കാനുള്ള തിരക്കിട്ട നീക്കങ്ങൾ നടക്കുന്നുണ്ട്. പക്ഷേ ഇതൊക്കെ എത്ര കണ്ട് വിജയിക്കുമെന്നത് ട്രംപിന്റെ, അമേരിക്കയുടെ ഈ യുദ്ധ പങ്കാളിത്തം, കൂടുതൽ ശക്തമായിട്ടുള്ള പങ്കാളിത്തവുമായി ബന്ധപ്പെട്ട് കിടക്കുകയാണ്. സൈഫുദ്ദീൻ, ഇന്നിപ്പോൾ യൂറോപ്യൻ യൂണിയൻ വിദേശകാര്യമന്ത്രിമാരുമായി ഇറാന്റെ ഒരു സുപ്രധാന ചർച്ച നടക്കുന്നുണ്ടല്ലോ. ഇറാനെ പ്രതിനിധീകരിച്ച് ആരാണ് ആ ചർച്ചയിൽ പങ്കെടുക്കുന്നത്? യൂറോപ്യൻ യൂണിയന്റെ ഒരു നീക്കവും താല്പര്യവും നിലപാടും ഒക്കെ എന്താണ് ഇതിനകത്ത്? സൈഫുദ്ദീൻ, ഈ കാര്യത്തിൽ ഇപ്പോൾ ഇറാനെതിരെ നടന്നിരിക്കുന്ന ഒരു ശക്തമായിട്ടുള്ള ഒരു ആക്രമണം, അതും അമേരിക്കയുമായിട്ട് വളരെ ഒരു ആറാം വട്ട ചർച്ച നടക്കുന്ന ഒരു ഘട്ടത്തിലാണ്. തികച്ചും ഏകപക്ഷീയമായിട്ട് എല്ലാ നിയമങ്ങളെയും മറികടന്നുകൊണ്ട് ഇറാന്റെ ആണവ കേന്ദ്രങ്ങളിൽ, സൈനിക കേന്ദ്രങ്ങളിൽ സൈനിക മേധാവികളെ വകവരുത്തുന്നു. സിവിലിയൻ കേന്ദ്രങ്ങളിൽ ആക്രമണം നടത്തുന്നു. നദാൻസിലും അതോടൊപ്പം തന്നെ ഇസ്ഫഹാനിലും മറ്റ് പ്രദേശങ്ങളിലേക്കും കൂടി ആക്രമണം വ്യാപിപ്പിക്കുന്നു. ഇതൊക്കെ നടക്കുന്നു ഒരു സമയത്ത് ഈ യൂറോപ്യൻ രാജ്യങ്ങളൊക്കെയും മൗനത്തിൽ തന്നെയാണ്. കാരണം ഏതെങ്കിലും അർത്ഥത്തിൽ ഇസ്രായേൽ നടത്തിയത് ശരിയായില്ല, അവർ നടത്തിയത് അന്തർദേശീയ മര്യാദകൾക്ക് നിരക്കാത്ത പ്രവൃത്തിയാണ് എന്ന ഒരു പ്രതികരണം പോലും ഈ മൂന്ന് പ്രധാനപ്പെട്ട യൂറോപ്യൻ രാജ്യങ്ങൾ, ജർമ്മനി, ഫ്രാൻസ്, ബ്രിട്ടൻ എന്നിവയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല. ഇത് പിന്നെ ആരും പ്രതീക്ഷിക്കുന്നുമില്ല. കാരണം തുടക്കം മുതൽ തന്നെ ഇക്കാര്യത്തിൽ ഇവരുടെ നിലപാട് പൂർണ്ണമായിട്ടും ഇസ്രായേലിന്റെ താല്പര്യങ്ങൾക്കൊപ്പമാണ്. അമേരിക്കയോടൊപ്പം തന്നെ ചേർന്നുകൊണ്ട് ഇറാനെ പരമാവധി പ്രയാസപ്പെടുത്തുക, അല്ലെങ്കിൽ ഇറാനെതിരെ പരമാവധി ആക്രമണത്തിന് ഇസ്രായേലിനെ പ്രേരിപ്പിക്കുന്ന ഒരു സമീപനം തന്നെയാണ് ഉള്ളത്. ഫ്രഞ്ച് പ്രസിഡന്റ് ഇമാനുവൽ മാക്രോണാണ് കുറെ കൂടി പിന്നെ ഈ പ്രതിസന്ധി തീർക്കാൻ, അല്ലെങ്കിൽ പ്രതിസന്ധി കൂടുതൽ രാജ്യങ്ങളിലേക്കും മേഖലയിലേക്കും വ്യാപിക്കുന്നത് തടയാൻ കുറെ കൂടി ക്രിയാത്മകമായിട്ടുള്ള ചില നീക്കങ്ങൾ നടത്തിയത്. പക്ഷെ അതിനെപ്പോലും അമേരിക്കൻ പ്രസിഡന്റ് നിരാകരിക്കുകയാണ് ചെയ്തത്. അമേരിക്കയുടെ താല്പര്യം എന്നത് മറ്റ് ചില ലക്ഷ്യങ്ങളുണ്ട്, അല്ലെങ്കിൽ അമേരിക്ക ഉദ്ദേശിക്കുന്നത് വേറെ ചില കാര്യങ്ങളാണ് എന്നൊരു പ്രതികരണം നടത്തി ഇത്തരം നീക്കങ്ങളെയും തകർക്കുകയായിരുന്നു. അതുകൊണ്ട് തന്നെ ഇന്ന് നടക്കുന്ന മീറ്റിംഗിൽ ഏതെങ്കിലും അർത്ഥത്തിൽ ഇറാന് അനുഭാവപൂർണ്ണമായിട്ടുള്ള ഒരു നിലപാട് വിയന്ന യോഗത്തിൽ ഉണ്ടാകുമെന്ന് ആരും തന്നെ പ്രതീക്ഷിക്കുന്നില്ല. ആകെ കൂടിയുള്ളത് ഈ പ്രതിസന്ധി തീർക്കാൻ, ഈ ആക്രമണ അവസാനിപ്പിക്കാൻ ചില ഉപാധികൾ. ആ ഉപാധികൾ ഏറ്റവും പ്രധാനം യുറേനിയം സമ്പുഷ്ടീകരണം പൂർണ്ണമായി ഇറാൻ നിർത്തിവെക്കണം എന്നത് തന്നെയായിരിക്കും. അമേരിക്കയും ആഗ്രഹിക്കുന്നത് അതാണ്. അതിന് ഇറാൻ തയ്യാറാവുക എന്ന ഒരു അജണ്ട മാത്രമായിരിക്കും വിയന്ന യോഗത്തിലും മുന്നോട്ട് വെക്കാൻ പോകുന്നത്. ഇറാന്റെ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറാഗ്ചിയാണ് ഈ യോഗത്തിൽ പങ്കെടുക്കുന്നത്. ഈ യോഗത്തിന് ശേഷം നാളെ ഇസ്തംബൂളിൽ OICയുടെ സുപ്രധാനമായ
പ്രത്യേകമായിട്ടുള്ള യോഗവും വിളിച്ചു ചേർത്തിട്ടുണ്ട്. ഗൾഫ് മേഖലയിലെ എല്ലാ ഭരണാധികാരികളും പ്രധാനപ്പെട്ട ഭരണാധികാരികളൊക്കെയും ആ യോഗത്തിൽ സംബന്ധിക്കുന്നുണ്ട്. ആ യോഗം 57 അംഗ മുസ്ലിം രാജ്യങ്ങളുടെ പൊതുവായിട്ടുള്ള കൂട്ടായ്മ കൂടിയാണ് OIC. ആ യോഗം പൂർണ്ണമായിട്ടും ഇറാനെതിരായ ഇസ്രായേൽ നടത്തിയിരിക്കുന്ന ആക്രമണത്തെ അപലപിക്കും. മാത്രവുമല്ല, ഈ മേഖലയിലെ ഈ സംഘർഷം വ്യാപിപ്പിക്കാനുള്ള നീക്കത്തിൽ ഒരു നിലക്കും ഇറാനെതിരായിട്ടുള്ള ആക്രമണം നടത്തുന്നതിന് തങ്ങളുടെ മണ്ണ് പ്രയോജനപ്പെടുത്താൻ അനുവദിക്കുകയില്ല എന്ന് ഗൾഫ് ഉൾപ്പെടെയുള്ള അറബ് മേഖലയിലെ പ്രത്യേകിച്ച് അമേരിക്കയുടെ നിരവധി താവളങ്ങളുള്ള മേഖല കൂടിയാണിത്. ഈ OIC കൂട്ടായ്മ അത്തരമൊരു നിലപാട് പ്രഖ്യാപിക്കുന്നത് ഒരുപക്ഷെ നയതന്ത്ര തലത്തിൽ ഇറാന് വലിയ മേൽക്കൈ നൽകും. പക്ഷേ ഇതൊക്കെ ആണെങ്കിലും യൂറോപ്യൻ രാജ്യങ്ങളും അമേരിക്കയും ഇസ്രായേലുമായി ചേർന്ന് തയ്യാറാക്കുന്ന ഈ ഗൂഢമായിട്ടുള്ള പദ്ധതിയുടെ ചിത്രം അടുത്ത 2 ആഴ്ചക്കകമായിരിക്കും പുറത്തു വരിക. അതുവരെ ഈ സംഘർഷം ഇതേ സ്വഭാവത്തിൽ ഒരുപക്ഷെ ഇതിനേക്കാൾ വ്യാപ്തിയിലേക്ക് തന്നെ തുടരാനാണ് നിലവിലുള്ള ഒരു സാഹചര്യത്തിൽ നാം അത്തരമൊരു സാഹചര്യമായിരിക്കും രൂപപ്പെടാൻ പോകുന്നത്.